ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ല എല്ലാവർക്കും? അപ്പോൾ രാവിലെ നമുക്കൊരു മുള്ളൻചക്ക പഴുത്ത് നിൽക്കണ്ട കേട്ടോ. നമുക്കത് പൊട്ടിച്ചെടുക്കാം. ഇത് ഞങ്ങളിവിടെ മുള്ളൻചക്ക എന്നാണ് പറയൽ. വേറെ പേരുകളുണ്ടെന്ന് തോന്നുന്നു ഇതിന്. പല സ്ഥലങ്ങളിലും പല പേരായിരിക്കുമല്ലോ. അത്യാവശ്യം നല്ല പഴുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് രണ്ട് കുത്തലുകളൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇന്ന് പൊട്ടിച്ചിട്ടില്ലെങ്കിൽ പഴുപ്പ് കൂടി പോവായിരുന്നു. ഇപ്പോൾ പാകമായിരിക്കും. നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം കേട്ടോ. ഇന്ന് പൊട്ടിച്ചത് നന്നായിട്ടാണ്, കറക്റ്റ് പാകമാണ്. കണ്ട നല്ല ആ ചുവപ്പ് കാണുന്ന ഭാഗം ആ കുത്തുണ്ടായിരുന്നില്ല, ആ ഒരു ഭാഗമാണ് കേട്ടോ. ബാക്കി എല്ലാതും നല്ലതാണ്. ഭയങ്കര പുളിപ്പും അതേപോലത്തെ മധുരവും അല്ല ഇതിന്. ഈ പഴം പക്ഷേ അങ്ങനെ അങ്ങോട്ട് കാണാറില്ലല്ലോ എല്ലായിടത്തും. ഇന്ന് രാവിലെ കഴിക്കാൻ പൊറോട്ടയും ബീഫുമാണ് കേട്ടോ. ഇന്ന് കോഴിക്കോട് പോകാനുണ്ട്. ഇന്ന് കസിൻ്റെ ബർത്ത്ഡേ ആണ്. പിന്നെ ഒരു മൂവി ബുക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കേക്കിൻ്റെ ജോലികൾ ഏകദേശം കഴിഞ്ഞു. ആനിവേഴ്സറി കേക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട്ടേക്ക് പോകാൻ കേട്ടോ. ഇത് നമ്മളെ കടലുണ്ടി പാലത്തിൻ്റെ മേലെ എത്തി. കടലുണ്ടി അഴിമുഖമാണ് കേട്ടോ ഇത്. ഞങ്ങൾ താഴേക്ക് ഇറങ്ങിയില്ല. താഴെയാണ് രസം. ഈ പാറക്കൂട്ടങ്ങളും അതിമേൽ തിരമാല വന്ന് അടിക്കണ ശബ്ദവും ആ വെള്ളം പൊങ്ങുന്നതും താഴെ ഒരു പ്രത്യേക വൈബാണ്. പക്ഷെ ഞങ്ങൾക്ക് നേരമില്ലാത്ത കാരണം താഴേക്ക് പോയില്ല. മേലെ നിന്ന് കുറച്ച് നേരം ബോട്ടൊക്കെ പോണതൊക്കെ നോക്കി നിന്ന് കുറച്ച് കാറ്റൊക്കെ കൊണ്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. അങ്ങനെ ഒരു ചായ കുടിക്കാമെന്നൊക്കെ വിചാരിച്ചിങ്ങനെ വന്നപ്പോൾ അതേ ഒരു ചായക്കട. അവിടെ കയറി ചായയും ബ്രെഡ് പോക്കറ്റൊക്കെ കഴിച്ചു. ചായയൊക്കെ കുടിച്ച് റിലാക്സ് ചെയ്ത് വീണ്ടും യാത്ര. അപ്പോഴേക്കും ഇത് അടുത്ത പാലെത്തി. ഏകദേശം സൂര്യൻ അസ്തമിക്കാനായല്ലോ, അതുകൊണ്ടാണ് തോന്നുന്നത് ഒരു പ്രത്യേക ഭംഗി. പക്ഷെ അവിടെ നമ്മൾ ഇറങ്ങിയില്ല, സമയമില്ലാത്ത കാരണം വേഗം പോയി. അങ്ങനെ ഞങ്ങൾ ഏകദേശം വീടെത്താനായി. വഴിയിൽ ചെറിയ ബ്ലോക്കും ആൾക്കൂട്ടൊക്കെ കണ്ടു. ഏതോ ഒരു ഷോപ്പിൻ്റെ ആനിവേഴ്സറി പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. വെറുതെ ഒന്ന് സ്റ്റേജിലേക്ക് നോക്കിയപ്പോൾ സെലിം കോടത്തൂരിന് മോളെയൊക്കെ കണ്ടു. അവരെ കണ്ടതും ഞങ്ങളവിടെ ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ചു നേരം പാട്ടൊക്കെ കണ്ട്. സെലിം കോടത്തൂരിനെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അവരെ മോളും ഉണ്ട് കൂടെ. പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. എല്ലാവരും കൂടി തിയേറ്ററിലെത്തിയപ്പോഴേക്കും അരമണിക്കൂർ ലേറ്റായി. സർവമായാണ് കേട്ടോ മൂവി. ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇൻ്റർവെല്ലായി. അങ്ങനെ ഞങ്ങളൊരു കാപ്പിയൊക്കെ കുടിച്ച് പോപ്കോണൊക്കെ കഴിച്ച് സിനിമ കഴിഞ്ഞു. ഇനിയിപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോവാം. സമയം ഏകദേശം 12 ആവാറായി. അപ്പോൾ നമ്മൾ കേക്കൊക്കെ റെഡിയാക്കി വെച്ച് പിന്നെ അവൻ്റെ കുറച്ച് ഫ്രണ്ട്സും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. അങ്ങനെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണേ.